ആണ് എസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ആ എസ്റ്റേഴ്സിനെ എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം, ആ എസ്റ്റേഴ്സ് എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ എസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല ട്യൂട്ടി ഫ്രൂട്ടി സ്മെല്ലൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പം നമുക്ക് ആൽക്കഹോളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പം ആൽക്കഹോൾ ഇപ്പം ആൽക്കഹോൾ ആണല്ലോ നമ്മൾ പഠിക്കുന്നത്. സോ ആ ആൽക്കഹോളിൽ നിന്ന് എസ്റ്റേഴ്സിനെ നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതാണ് ഞാൻ നോക്കുന്നത്. ഞാൻ പറയാം. ഇപ്പം 3 രീതിയിൽ നമുക്ക് ഇപ്പം ആൽക്കഹോൾ വെച്ചിട്ട് ഇപ്പം ആൽക്കഹോൾ വെച്ച് തന്നെ ആൽക്കഹോളിൻ്റെ കൂടെ 3 ആൾക്കാരെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു എസ്റ്റർ കിട്ടും. അതാരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആൽക്കഹോളും ആസിഡും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു എസ്റ്ററിനെ കിട്ടും. അതുപോലെ തന്നെ ആൽക്കഹോളും ആസിഡ് അൻഹൈഡ്രൈഡും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു എസ്റ്ററിനെ കിട്ടും. ഈ ആസിഡ് അൻഹൈഡ്രൈഡ് എന്ന് പറയുന്ന ആളുടെ ഫോർമുല എന്താ, ഇതുവരെ കേട്ടിട്ടില്ല? ആസിഡ് അൻഹൈഡ്രൈഡ് എന്ന് പറയുന്നത് RCO2O ആണ്. എന്താണ്? ഓക്കെ, എഴുതാം. ആസിഡ് അൻഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് RCO2O. അങ്ങനെ ആസിഡ് അൻഹൈഡ്രേറ്റും ആൽക്കഹോളും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് റെസ്റ്റിനെ കിട്ടും. അതുപോലെ തന്നെ ആൽക്കഹോളിൻ്റെ കൂടെ ഒരു ആസിഡ് ക്ലോറൈഡിനെ ട്രീറ്റ് ചെയ്ത്, ആസിഡ് ക്ലോറൈഡ് എന്ന് പറയുന്നത് ആരാ? ആസിഡ് ക്ലോറൈഡിന്റെ ജനറൽ ഫോർമുല എന്താ? RCOCl ആണ് ജനറൽ ഫോർമുല. അപ്പൊ ഈ 3 രീതിയിലും നമുക്ക് എസ്റ്റേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഈ 3 രീതികളും എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിൽ ജനറലായിട്ട് എസ്റ്ററിഫിക്കേഷനിൽ ചോദിക്കുമ്പോൾ നമ്മൾ ജനറലായിട്ട് എഴുതേണ്ടത് ആസിഡുമായിട്ടുള്ളതാണ്. ഈ 3 ബാക്കി 2 ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷേ ജനറൽ എസ്റ്ററിഫിക്കേഷൻ്റെ ഒരു റിയാക്ഷൻ നമ്മൾ പറയുമ്പോൾ ആസിഡിൻ്റെ ആയിരിക്കും എഴുതേണ്ടത്. അപ്പം അതിൻ്റെ മെക്കാനിസം ഒക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ആസിഡിൽ നിന്ന് ആൽക്കഹോളും ആസിഡും കൂടി ചേർന്ന് എങ്ങനെ നമുക്കൊരു എസ്റ്റർ ഫോം ചെയ്യാം എന്നുള്ളത്. ആദ്യം ഞാൻ റിയാക്ഷൻ പറഞ്ഞുതരാം, വളരെ എളുപ്പമാണ്. എന്നിട്ട് അതിലേക്ക് വരുന്ന മെക്കാനിസം എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ആദ്യം ഞാനൊരു ജനറൽ ഇക്വേഷൻ വെച്ച് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഇതാരാ, ഒരു ആസിഡിനെ നമ്മൾ എടുത്തു. എന്നിട്ട് ഇതാരാ, OH എന്ന് പറഞ്ഞാൽ ആരാ? ROH. ഇതാരാ? R എന്ന് പറയുന്നത് ആരാ? ആൽക്കൈൽ ഗ്രൂപ്പ്. ആൽക്കൈൽ ഹൈഡ്രോക്സൈഡ്. OH ഗ്രൂപ്പ് വരുന്ന എന്താ? OH ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആരാ? ഹൈഡ്രോക്സി ഗ്രൂപ്പാ. ഹൈഡ്രോക്സി ഗ്രൂപ്പ് ആരാ? ഇതെന്താ? OH എന്ന് പറയുന്നത് ആരുടെ ഫോർമുല? ആൽക്കഹോളിനെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്.
ഓക്കെ, ഒരു ആൽക്കഹോളിനെ എടുത്തു, ഒരു ആസിഡിനെയും എടുത്തു. ഓക്കെ, ആൽക്കഹോളിനെയും ആസിഡിനെയും വെച്ച് ഇനി എങ്ങനെ ഒരു എസ്റ്ററിനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഒന്നുമില്ല, ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആസിഡും ആൽക്കഹോളും കൂടി റിയാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇവിടുത്തെ ഈ ആസിഡിൽ നിന്നുള്ള OHും ആൽക്കഹോളിൻ്റെ Hും കൂടി എന്ത് ചെയ്യും, വാട്ടറായിട്ട് എലിമിനേറ്റ് ചെയ്ത് പോകും. ഓക്കെ, പിന്നെ ഇത് നടക്കുന്നത് ഇൻ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രസൻസിലാണ് കേട്ടോ. അപ്പം നമ്മളതിനെ ഇങ്ങനെ ചൂടാക്കുന്ന സമയത്ത് ഹീറ്റ് കൊടുക്കും. ഈ ഹീറ്റാണ് ആ ഡെൽറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ചൂടാക്കുന്ന സമയത്ത് എന്ത് വരും, ഈ ഒരു കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രസൻസിൽ നമ്മൾ ആസിഡിനെയും ഒരു ആൽക്കഹോളിനെയും കൂടെ ട്രീറ്റ് ചെയ്യുമ്പോൾ അവിടുന്ന് ആൽക്കഹോളിൽ നിന്നുള്ള OHും ആസിഡിൽ നിന്നുള്ള OHും ആൽക്കഹോളിൻ്റെ Hും കൂടി വാട്ടർ എലിമിനേറ്റ് ചെയ്തിട്ട് പിന്നെ അവിടെ ബാക്കി ആരാ ഉള്ളതെന്ന് നോക്കി പറഞ്ഞേ. RCOR. ഈ RCOOR എന്ന് പറയുന്നത് ആരാ? RCOOR എന്ന് പറയുന്നത് ആരാ? രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പുകൾക്കിടയിൽ COO വന്നു കഴിഞ്ഞാൽ അത് ആരാണെന്നാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്? ഇപ്പൊ ആരെയാ പ്രിപ്പയർ ചെയ്യുന്നേ? അപ്പൊ RCOO, ആൽക്കൈൽ ഗ്രൂപ്പുകൾക്കിടയിൽ രണ്ട് COO വന്നു കഴിഞ്ഞാൽ സോ എസ്റ്റർ ഫോം ആയി. മനസ്സിലായോ? ഇനി ജനറൽ ഫോർമുല അല്ലാതെ നമുക്ക് എഴുതി നോക്കാം. എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് പറഞ്ഞു തരണം കേട്ടോ. ഞാനൊരാളെ എടുത്തു. ഇതാരാ? പേരെന്താ? മീഥൈലാണോ? എത്ര കാർബൺ ഉണ്ട്? നമ്പർ ഓഫ് കാർബണിനനുസരിച്ചിട്ടാണ് മെത്ത് എത്ര പ്രൊപ്പൊക്കെ നമ്മൾ പറയുന്നത്. സോ ഇവിടെ എത്ര കാർബൺ ഉണ്ട്? എത്തനോൾ ആണോ? ഈ COOH ആണ്, ആസിഡ് ആണ്. അപ്പൊ എന്താ അവിടെ വരുന്നേ? ഇതിപ്പോൾ ഒന്നേന്ന് ഇപ്പം ഞാനിനി ഓർഗാനിക് പഠിപ്പിച്ചു തരണോ? ഇപ്പം OH ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ മെത്തിൻ്റെയും എത്തിൻ്റെയും പ്രൊപ്പൻ്റെയും കൂടി ഈ OH എന്ന് പറയുന്നത് ആരാ? ആൽക്കഹോൾ ആണ്. ആൽക്കഹോൾ ആകുമ്പോഴത്തേക്കും OL ചേർത്തായിരിക്കും നമ്മൾ പറയുന്നത്. ഈ CHO എന്ന് പറയുന്നത് ആരാ? ആൽഡിഹൈഡ് ആകുമ്പോൾ നമ്മൾ AL ചേർത്തായിരിക്കും പറയുന്നത്. മെത്തനാൽ, എത്തനാൽ, പ്രൊപ്പനാൽ, ബ്യൂട്ടനാൽ അങ്ങനെയായിരിക്കും പറയുന്നത്. ഇനി കീറ്റോൺ ആകുമ്പോൾ, അതായത് C+ബോണ്ടോ കീറ്റോൺ ആകുമ്പോഴത്തേക്കും നമ്മൾ ONE ചേർത്തായിരിക്കും പറയുന്നത്. അതായത് എത്തനോൺ, പ്രൊപ്പനോൺ, ബ്യൂട്ടനോൺ അങ്ങനെ. ഇനി COOH ആകുമ്പോഴത്തേക്കും നമ്മൾ ഓയിക് ആസിഡ് എന്ന് ചേർത്തായിരിക്കും പറയുന്നത്. അപ്പൊ എങ്ങനെയാ പറയാ? എത്തനോയിക് ആസിഡ്. മനസ്സിലായോ? ഇതൊക്കെ നമ്മൾ ചെറുതിൽ പഠിച്ചിട്ടുണ്ട്. +1 +2 പഠിച്ചതാണ്. മറന്നു പോയിട്ടുണ്ടാവും, മറന്നു പോവും. അപ്പോൾ ഒന്നുകൂടെ റീകോൾ ചെയ്തെടുത്താൽ മതി മറന്നു പോകുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പം ഇത് എഥനോയിക് ആസിഡ് എന്ന് നമ്മൾ ജനറലി പറയുന്ന പേരത്ത് അസറ്റിക് ആസിഡാണ്. അസറ്റിക് ആസിഡ് എടുത്തു,
കോമൺ അസറ്റിക് ആസിഡ് എന്നാണ്. ഓക്കെ, അസറ്റിക് ആസിഡിന്റെ കൂടെ ആരെയാ നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടത്? ഒരു ആൽക്കഹോളിന് ആൽക്കഹോളിനെ എടുത്തു. ഞാൻ CH3OH എടുത്തു. അപ്പം ഞാൻ ഇവിടെ എഴുതിയതുപോലെ തന്നെ തിരിച്ചെഴുതുകയാണ്, കാരണം നമുക്ക് ആ ഒരു റിയാക്ഷൻ ഒന്ന് എളുപ്പത്തിൽ കാണിക്കാൻ വേണ്ടി. ആ OH റിയാക്ട് ചെയ്യുന്നു എന്ന്, ആ എച്ചുമായിട്ട് OH, ആസിഡിൻ്റെ OH ആൽക്കഹോളിൻ്റെ എച്ചും കൂടെ റിയാക്ട് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തിരിച്ചെഴുതുന്നത്. ഇങ്ങനെ എഴുതിയെന്നും ഒരു പ്രശ്നമില്ല, ആ ഒരു റിയാക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഇങ്ങനെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതിൻ്റെ പേരെന്താ? എന്താ പേരെന്താ? മീഥൈൽ ആൽക്കഹോളോ? ആൽക്കഹോൾ ആണ്. അപ്പം എങ്ങനെയാ നെയിമിങ് ചെയ്യുന്നത്? എങ്ങനെയാ? മെത്താണ്. മീഥൈൽ എന്ന് പറയില്ല, ബ്രാഞ്ചസ് വരുമ്പോഴാണ് മിഥൈൽ, ഈഥൈൽ ഒക്കെ പറയുന്നത്. നമ്മളിതൊരു പേരിടുമ്പോൾ മെത്ത്, എത്ത്, പ്രൊപ്പ് അത്രേ വരുള്ളൂ. എന്നിട്ട് അതിൻ്റെ കൂടെ ആരാണോ അവിടെ വരുന്നത്, അതായത് മെഥൻ, മീഥൈൻ എന്നുള്ളതിൽ N വരെ ഉള്ളവരെ നമ്മൾ ചേർക്കും. ഇപ്പം മീഥൈനാണ്, ഒരു കാർബണേ ഉള്ളൂ, അതിൽ AN വരെ വരത്തുള്ളൂ. എന്നിട്ട് അതിൻ്റെ കൂടെ ഏത് ഫങ്ഷണൽ ഗ്രൂപ്പാണോ ഉള്ളത് ആ ആളെ ചേർത്തായിരിക്കും നമ്മൾ വിളിക്കുന്നത്. ഇവിടെ ഇപ്പം ആൽക്കഹോളാണ്. ആൽക്കഹോളിനെ നമ്മൾ എന്താ, OL മാത്രമല്ലേ എടുക്കുകയുള്ളൂ. അപ്പൊ ഈ മീഥൈൻ്റെ കൂടെ എന്ത് വരും? മെഥനോൾ. ഇതിന്റെ പേര് മെഥനോൾ എന്നാണ്. അപ്പം മെഥനോളുമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തു. ഇൻ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് H2SO4ന്റെ പ്രസൻസിലാണ് ചൂടാക്കുന്നത്. എന്താ അവിടെ സംഭവിക്കുന്നത്? H2O എലിമിനേറ്റ് ആയിപ്പോ. എവിടുന്നാ? ഓയും കൂടിയാണ് എന്ത് ചെയ്യുന്നത്? എലിമിനേറ്റ് ചെയ്ത് വാട്ടർ അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്ത് പോകുന്നത് അല്ലേ? ഓക്കെ, പിന്നെ അവിടെ ബാക്കി എന്താ ഉള്ളത്? COOCH3. മനസ്സിലായോ? സോറി, ഞാനിവിടെ തിരിച്ചാണ് എഴുതിയത്. ഞാനിവിടെ ഇപ്പുറത്തൊക്കെ ആണ് കേട്ടോ റിയാക്ട് ആവുന്നത്. ഞാനവിടെ തിരിച്ചെഴുതിയത്. അപ്പോൾ CH3 COOCH3 അങ്ങനെ നമുക്ക് ആര് ഫോമായി? എസ്റ്ററിനെ. ഇതിന്റെ പേര് മീഥൈൽ അസറ്റേറ്റ്. എന്ത്? 3 കാർബൺ ഇല്ലേ, അപ്പൊ പ്രൊപ്പല്ലേ? അപ്പോ ബാക്കി പ്രൊപ്പനോയിക് ആസിഡ്. സോറി, ഇത് എസ്റ്റർ അല്ലേ? എസ്റ്റർ ആകുമ്പോൾ മീഥൈൽ അസറ്റേറ്റ് ആണ്. ഇതിന്റെ പേര് മീഥൈൽ അസറ്റേറ്റ്. എസ്റ്ററിന് നെയിമിങ് ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അപ്പം ഈ നോമൻക്ലേച്ചർ ഒന്നും പഠിപ്പിച്ച സമയത്ത് ഒന്നും ഓർമ്മയില്ല. അപ്പം എന്നാലും നമുക്ക് നോമൻക്ലേച്ചർ പഠിക്കുമല്ലോ. ഓക്കെ, ഇത് മീഥൈൽ അസറ്റേറ്റ് ആട്ടോ അതിന്റെ പേര്. അപ്പം മീഥൈൽ അസറ്റേറ്റ് തീർന്നിട്ടില്ല, റിയാക്ഷൻ പ്ലസ് ഒരു വാട്ടറും കൂടി ഇല്ലേ? ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് ആരെ കിട്ടും? വാട്ടറും കൂടി ഉണ്ട്, ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വാട്ടറും കൂടി ഉണ്ട്. സോ ഇതാണ് ജനറൽ റിയാക്ഷൻ, ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത്, ജനറൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതെങ്ങനെ കിട്ടി എന്നുള്ള ആ ഒരു മെക്കാനിസം കൂടെ ഞാൻ കാണിച്ചു തരാം.
ഇനി ഇൻ കേസ് മെക്കാനിസം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ അറിയണം. ഫസ്റ്റ് തിങ്, ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ഇവിടെ ഇപ്പം നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആയിരിക്കും. റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. അറിയാം. അപ്പോൾ റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. പക്ഷെ ഇവിടെ വരുന്നത് ആരാ? സൾഫ്യൂരിക് ആസിഡ് ഇവിടെ വന്നിരിക്കുന്നത്. സൾഫ്യൂരിക് ആസിഡ് ഉണ്ട്. അപ്പോൾ ഈ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാകുന്ന ഈ സൾഫ്യൂരിക് ആസിഡ് എന്ന് വെച്ചാൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഉണ്ടാകുന്ന ഫോം ചെയ്യുന്ന വാട്ടറിനെ എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. അപ്പം അങ്ങനെയാണെങ്കിൽ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും? കുറയും. വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കുറയുമ്പോഴത്തേക്കും ആ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറയുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറവാണെങ്കിൽ റിയാക്ഷൻ ഫോർവേഡ് ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്കിങ്ങനെ ഒരുപാട് എസ്റ്ററിനെ കിട്ടും. അതായത് സൾഫ്യൂരിക് ആസിഡ് വാട്ടറിലോട്ട് ലയിക്കുമ്പോൾ സൾഫ്യൂരിക് ആസിഡ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഇൻ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആണ് ഉള്ളത്. സൾഫ്യൂരിക് ആസിഡ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന വാട്ടറിനെ എന്ത് ചെയ്യും? ഈ സൾഫ്യൂരിക് ആസിഡ് അബ്സോർബ് ചെയ്യാൻ പറ്റും. അബ്സോർബ് ചെയ്യും. അപ്പം അങ്ങനെ അബ്സോർബ് ചെയ്യുമ്പോൾ ഈ വാട്ടർ എന്ന് പറയുന്ന ആരാ? പ്രൊഡക്റ്റ് അല്ലേ. അപ്പോൾ വാട്ടർ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഈ വാട്ടറിനെ അബ്സോർബ് ചെയ്യുകയാണ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്ന സൾഫ്യൂരിക് ആസിഡിൽ ആ ഉണ്ടാകുന്ന പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനാണ് അവിടെ കുറയുന്നത് അല്ലേ. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനാണ് കുറഞ്ഞാൽ, ആ കോൺസെൻട്രേഷൻ കുറവാണെങ്കിൽ റിയാക്ഷൻ എന്ത് ചെയ്യും? ഫോർവേഡ് ഡയറക്ഷനിലേക്ക് പോകും. അപ്പം നമുക്ക് ഫോർവേഡ് ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് എസ്റ്ററിന് ഇങ്ങനെ കിട്ടും. അപ്പം ഇനി നമുക്ക് മെക്കാനിസം എങ്ങനെയാണെന്ന് നോക്കാം. മെക്കാനിസം ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം, വളരെ ഈസിയാണ്. നമുക്ക് നോക്കാം മെക്കാനിസം. അപ്പം ആദ്യം നമ്മളൊരു ആസിഡ് എടുത്തു അല്ലേ. ഒരു സി ഡബിൾ ബോണ്ടോ OH ആസിഡിൻ്റെ ഫോർമുല. ഓക്കെ, ഇപ്പം ആർ എന്നുള്ളത് ആർ ഡാഷ് എന്നായിക്കോട്ടെ, കുഴപ്പമില്ലല്ലോ. ഇപ്പം റിവേഴ്സിബിൾ ആണ് നടക്കുന്നതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. സോ റിവേഴ്സിബിളിൻ്റെ ഒരു ഇതായിരിക്കണം നമ്മൾ ഇടേണ്ടത്. അപ്പം എന്തിൻ്റെ പ്രസൻസിലാണ് നടക്കുന്നേ? അപ്പോൾ സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രസൻസിലാകുമ്പോൾ H2SO4 ആണ്. ഈ H2SO4 എന്ന് പറയുന്നത് എന്ത് ചെയ്യും? H+ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പം H+ എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഇവിടെ ഓക്സിജനിൽ എന്തുണ്ട്? ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നമുക്കറിയാം. ലോൺ പെയർസ് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ഇവിടെ നിന്ന് ഒരു ബോണ്ട് എന്ത് ചെയ്യും? ഓക്സിജനിലേക്ക് പോകും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ഓക്സിജൻ അപ്പോൾ ഓൾറെഡി എന്തുണ്ട്? ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസ് തരും. അപ്പം എന്ത് ചെയ്യും? നെഗറ്റീവ് ചാർജാണ് ഓക്സിജനിലുള്ളത് അല്ലേ. അപ്പം നെഗറ്റീവ് ചാർജിലേക്ക് പോസിറ്റീവ് ചാർജ് ഓട്ടോമാറ്റിക്കലി വന്ന് എന്ത് ചെയ്യും? അറ്റാച്ച്ഡ് ആവുമല്ലോ, കണക്റ്റഡ് ആവുമല്ലോ. അപ്പോൾ ഇവിടുന്ന് ഈ H2SO4 പ്രൊഡ്യൂസ് ചെയ്ത H+ എന്ത് ചെയ്യും? ഈ ഓക്സിജനിലേക്ക് വന്ന് നിൽക്കും. OH ആയിട്ട് മാറും. അത്രയും കാര്യം ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നതെന്നൊന്ന് എഴുതിക്കേ. R ഡാഷ് സിംഗിൾ ബോണ്ട് OH, താഴെയും ഒരു OH വരും അല്ലേ. ഓക്കെ, ഇനിയും ഇവിടെ സംഭവിക്കുന്നത് കാർബണിന്റെ ബാലൻസ് 4 വെയിറ്റ് ഞാനിപ്പോ പറഞ്ഞുതരാം. അപ്പം കാർബണിന്റെ വാലൻസി 4 ആയതുകൊണ്ട് തന്നെ ഇനിയാണ് ഇവിടേക്ക് ആര് വരുന്നത്? ROH വരുന്നത്, അതായത് ആൽക്കഹോൾ വരുന്നത്. അപ്പം ഇപ്പം ഇവിടെ കാർബൺ ഒരു ബോണ്ട് പോയി. അപ്പം ഇവിടെ എന്ത് വരും? കാർബൺ ഒരു പോസിറ്റീവ് ചാർജ് വരും അല്ലേ. അപ്പോൾ കാർബൺ ഒരു പോസിറ്റീവ് ചാർജ് വരും. അപ്പോൾ ഇനി ഇതിലേക്ക് വന്ന് ROH എന്ത് ചെയ്യും? അറ്റാക്ക് ചെയ്യും. ഓക്കെ, അപ്പം ഈ ROH വരുന്ന സമയത്ത് ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജന്റെ കയ്യിൽ ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടല്ലോ. സോ നെഗറ്റീവ് ചാർജ് ആണ്
അപ്പോൾ ഇവിടെ കാർബണ് നോക്കുമ്പോൾ എന്താ പോസിറ്റീവ് ചാർജും ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ എന്ത് ചെയ്യും? ഈ അതെ. ഓക്സിജൻ വന്ന് ഈ കാർബണിലേക്ക് അറ്റാച്ച്ഡ് ആവും. അതെ. അപ്പൊ എന്താ അവിടെ സംഭവിക്കുന്നത്? അപ്പൊ ഓക്സിജന്റെ കൂടെ ആരും കൂടി ഉണ്ട്, എച്ചും കൂടി ഇല്ലേ? എച്ചും ഉണ്ട്, ആറും ഉണ്ട് അല്ലേ? അതെ. അപ്പൊ എങ്ങനെ വരും? ഒന്ന് എഴുതി നോക്കാം. ആർ ആർ ഡാഷ് സി ഒ എച്ച് ഒ എച്ച്, താഴെയും ഒ എച്ച്, പിന്നെ ഇവിടെ ഒരു ഒ ഉണ്ട്, ഒയുടെ കൂടെ എച്ചും ഉണ്ട്, അതുപോലെ തന്നെ ആറും ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പം ഇവിടെ ഓക്സിജനെ നോക്കുമ്പം 3 ബോൺസ് ഉണ്ട് അല്ലേ? അപ്പൊ ഇവിടെ ഓക്സിജന്റെ ഇങ്ങനെ ഓർത്തിരുന്നു, ഇവിടെ ഇപ്പൊ എന്താ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓക്സിജന്റെ ലോങ് പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ഓക്സിജന്റെ കയ്യിലുണ്ട്. ആ ഇലക്ട്രോൺസിൽ നിന്നാണ് അവിടെയൊക്കെ ബോണ്ട് ഫോം ആയേക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഓക്സിജൻ എന്ത് ചാർജ് വരുന്നത്? പോസിറ്റീവ് ചാർജ് ആയിരിക്കും വരുന്നത്. അപ്പൊ ഇനി അങ്ങനെ ഓർക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഓക്സിജൻ ഇവിടെ എത്ര ബോണ്ടിനെയാണ് ഫോം ചെയ്യിപ്പിച്ചിരിക്കുന്നത്? 3 ബോണ്ടിനെ അല്ലേ ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഓക്സിജന് പോസിറ്റീവ് ചാർജ് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓർത്തിരുന്നാൽ മതി. ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാകും. അപ്പൊ ഇവിടെ ഇലക്ട്രോൺ ഷിഫ്റ്റ് നടക്കും. ഇപ്പൊ ഇവിടുന്ന് H+ന് അപ്പം ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഈ ഒരു H+ എന്ന് പറയാം, H ഉണ്ടല്ലോ, ഈ H ഡയറക്റ്റ്ലി ഇങ്ങോട്ട് വരും. ഈ H ഓക്സിജന്റെ അപ്പോൾ ആ ഓക്സിജന്റെ പോസിറ്റീവ് ചാർജ് എന്നുള്ളത് എന്താകും? ഡിസപ്പിയർ ആവും. മനസ്സിലായോ എന്താ സംഭവിച്ചതെന്ന്? ഇവിടെ ഓൾറെഡി ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടായിരുന്നു. ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു, അതായത് ഹൈഡ്രജനിലുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഓക്സിജനിലേക്ക് തന്നെ പോകും. ഇലക്ട്രോൺ ഷിഫ്റ്റ് നടക്കും. എന്നിട്ട് ആ ഹൈഡ്രജൻ എങ്ങോട്ടാ പോകുന്നത്? ഹൈഡ്രജനെ നമുക്ക് കളയാൻ പറ്റില്ല. ഹൈഡ്രജൻ എങ്ങോട്ടെങ്കിലും പോകണം. ഹൈഡ്രജൻ അവിടെ വേണം നമുക്ക്. അപ്പൊ ഹൈഡ്രജൻ ഈ OHന്റെ കൂടെ പോകും. അത് പിന്നീട്, അതിനി വരുന്ന സ്റ്റെപ്സിലൊക്കെ നടക്കുന്ന കാര്യമാണ്. അപ്പൊ ഇനി അപ്പം എന്ത് വരും ഒന്ന് പറഞ്ഞേ. താഴെ OH എന്നല്ല, OH2 ആണ് അല്ലേ? OH2 ആണ്. പിന്നെ ഒരു O ഉണ്ട്, ഒയുടെ കൂടെ പിന്നെ ബാക്കിയുള്ളത് ആറാണ് അല്ലേ? അപ്പൊ ഇവിടെ ഈ OH2 എന്നുള്ളത് നമുക്ക് ഇങ്ങനെ എഴുതാലോ, H ഇങ്ങനെ എഴുതാലോ. ഇനി ഇവിടുന്നാണ് വാട്ടർ എലിമിനേറ്റ് ആവുന്നത്. അപ്പം ഇവിടെ നോക്കിക്കേ, ഓക്സിജന്റെ വാലൻസി എത്ര? 3 ഇല്ലേ? അതായത് 3 ബോണ്ട് ഫോം ചെയ്തിട്ടില്ലേ ഓക്സിജൻ? ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്, ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്, ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്. ദാറ്റ് മീൻസ് ഓക്സിജന് 3 വാലൻസിയേ ഉള്ളൂ അല്ലെ? അതായത് ഓക്സിജന്റെ ഇലക്ട്രോൺസിനെ വെച്ചിട്ടാണ് അവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. സോ ഓക്സിജൻ എന്ത് ചാർജ് വരും? പോസിറ്റീവ് ചാർജ് ഓക്സിജന് വരും. അപ്പം അവിടുന്ന് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു OH2 എന്നുള്ളത് വാട്ടറായിട്ട് എലിമിനേറ്റ് ചെയ്യും. പിന്നെ ബാക്കി അവിടെ എന്താ ഉള്ളത് എന്ന് പറഞ്ഞേ. R ഡാഷ് COH OR അല്ലേ? അപ്പൊ ഇവിടുത്തെ ബോണ്ട് അങ്ങ് പോയി. നോക്കിക്കേ, കാർബൺ ഇപ്പൊ 3 വാലൻസി അല്ലേ ഉള്ളൂ. അപ്പൊ കാർബണിന് എന്ത് ചാർജ് വരും?
പോസിറ്റീവ് ചാർജ് വരും. അപ്പം കാർബണിന് അവിടെ പോസിറ്റീവ് ചാർജ് കിട്ടി. അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒ എച്ചിൽ നിന്നുള്ള എച്ച് എന്ത് ചെയ്യും? എച്ച് പ്ലസ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യും, പുറത്തോട്ട് പോകും. എച്ച് പ്ലസ് ആയിട്ട് പുറത്തോട്ട് പോകും. വെളിയിലോട്ട് പോകും. ആ ആ സർക്കിളിൽ കാണും അല്ലേ? ആ ഒ എച്ച് ഒയുടെ കൂടെ അവിടെ എച്ച് എച്ച് എന്ത് ചെയ്യും? എച്ച് പ്ലസ് ആയിട്ട് പുറത്തോട്ട് പോകും. ഓക്കെ. അപ്പൊ പിന്നെ അവിടെ ബാക്കി എന്താ ഉള്ളത്? ബാക്കി ആർ ഡാഷ് ആ ഒ സി ഒ സി ആർ. ഒ വരുമോ? സി ഡബിൾ ബോണ്ട് ഓ വരും. ആ ഹൈഡ്രജന്റെ ഇതും കൂടെ കിട്ടൂലേ? അതെ അതെ. ആ അപ്പം ആർ ഡാഷ് സോറി ആർ സി ഡബിൾ ബോണ്ടോ. പിന്നെ ബാക്കി അവിടെ എന്താ ഉള്ളത്? ഒ ആർ ഒ ആർ പ്ലസ് എച്ച് പ്ലസ് എന്ന് വരും. പുറത്തോട്ട് പോയ എച്ച് പ്ലസ്. അപ്പൊ നോക്കിക്കേ, ആർ സി ഒ ഒ ആറിനെ കിട്ടില്ലേ നമുക്ക്? ആ കിട്ടി. എസ്റ്റർ ഫോം ചെയ്തില്ലേ? അതെ. ഇതാണ് മെക്കാനിസം. ഓക്കെ. ഇത് ക്ലിയർ ആണോ? ആ ക്ലിയർ ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലേ? അപ്പൊ ഇതാണ് ആൽക്കഹോളും ആസിഡും കൂടെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞ് എസ്റ്റർ ഫോം ചെയ്യുന്ന റിയാക്ഷൻ. സോ ഇതാണ് ജനറൽ ആയിട്ട് എസ്റ്ററിഫിക്കേഷൻ ചോദിക്കുമ്പോൾ നമ്മൾ ആസിഡുമായിട്ടുള്ളതാണ് ജനറലി എഴുതാറുള്ളത്. അതാണ് ഈ ഒരു മെക്കാനിസം പഠിച്ചു വെക്കുക കേട്ടോ. മെക്കാനിസം ഇപ്പം ടെക്സ്റ്റ് ബുക്കിൽ മെക്കാനിസം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അപ്പം ഇൻ കേസ് ഇനി ഉണ്ടാവുമെങ്കിലോ എന്ന് കരുതിയിട്ടാണ് പഠിപ്പിച്ചത്. ടെക്സ്റ്റ് ബുക്കിൽ സെയിം മെക്കാനിസം തന്നെ ആയിരിക്കും അല്ലേ? ആ മെക്കാനിസം ഒക്കെ എപ്പോഴും സെയിം തന്നെയായിരിക്കും. എന്തേ? ആണ് ചോദിച്ചത്. പിന്നെ ഇനി എന്തെങ്കിലും സ്ലൈറ്റ് ഡിഫറൻസ് വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. ആ ഓക്കെ. ഇങ്ങനെ തന്നെ എസ്റ്ററിനെ കിട്ടുള്ളൂ, വേറെ മാർഗമൊന്നുമില്ല. ആ ഓക്കെ. എന്തായാലും ചെറിയ ചെറിയ സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ടാവുമായിരിക്കും. എന്തായാലും ഇങ്ങനെയാണ് മെക്കാനിസം, ഇതാണ് വരുന്നത് എസ്റ്ററിഫിക്കേഷൻ്റെ. ഓക്കെ. അപ്പം പിന്നെ അശ്വിൻ ടെക്സ്റ്റ് ബുക്കിലുള്ളത് അതേ അച്ചടിച്ച് പഠിക്കുന്ന രീതിയൊക്കെ മാറ്റണം കേട്ടോ. നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ പഠിച്ചാൽ മതി. ആ അതെ അങ്ങനെ പഠിക്കുന്നു. ഓക്കെ. അപ്പം ഇതാണ് എസ്റ്ററിഫിക്കേഷൻ. എസ്റ്ററിഫിക്കേഷൻ ആസിഡുമായിട്ടുള്ളത്. ഇനി ഞാൻ രണ്ട് കാര്യങ്ങളും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ആസിഡ് അൺഹൈഡ്രൈഡും ഉണ്ട്, ആസിഡ് ക്ലോറൈഡും ഉണ്ട്. നമുക്ക് ജസ്റ്റ് അതും കൂടെ ഒന്ന് നോക്കാം. ഓക്കെ. ആ അതിന്റെ മെക്കാനിസം റിയാക്ഷൻ ഇല്ല, അതിന്റെ മെക്കാനിസം നോക്കുന്നില്ല. മെക്കാനിസം ഇതും നോക്കിയാൽ മതി. ടെക്സ്റ്റ് ബുക്കിൽ അതിന്റെ മെക്കാനിസം ഉണ്ടെങ്കിൽ മാത്രം നമുക്കത് പഠിക്കാം. ഇപ്പം ജസ്റ്റ് ഞാൻ ആ റിയാക്ഷൻസ് ഒന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എസ്റ്ററിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മളതാണ് ആസിഡുമായിട്ടുള്ളതാണ് ജനറലായിട്ട് എഴുതുന്നത്. അപ്പം അതുകൊണ്ടാണ് അതിൻ്റെ മെക്കാനിസം പഠിപ്പിച്ചത്. ഓക്കെ. അപ്പോൾ ആസിഡ് അൺഹൈഡ്രൈഡുമായിട്ടുള്ളത് നോക്കാം. ആസിഡ് അൺഹൈഡ്രൈഡിൻ്റെ ഫോർമുല എന്താ? RCO2O എന്നുള്ളതാണ് ഫോർമുല. ഓക്കെ. അപ്പം ഇവിടെ എത്രയേ ഉള്ളൂ. എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൽക്കഹോളും RCO2 അതായത് ആസിഡ് അൺഹൈഡ്രൈഡും കൂടി റിയാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ അത്രയേ ഉള്ളൂ. ഇവിടുന്ന് RCOയും ഇവിടുന്ന് ഈ ഒരു RCOയും ഇവിടുത്തെ ROയും കൂടിയായിരിക്കും എന്ത് ചെയ്യുന്നത്? റിയാക്ട് ചെയ്യുന്നത്. അപ്പം എന്ത് വരും? ഇവിടുത്തെ RCOO രണ്ട് O ഇല്ലേ? അതായത് RCO OR. ആ എസ്റ്റർ കിട്ടിയില്ലേ? സോറി, ഞാൻ ആരോ ആയിരുന്നു ഉദ്ദേശിച്ചത്, പ്ലസ് ആയിട്ടത്. അപ്പം ഞാൻ ഒരു എക്സാമ്പിൾ തരാം. അപ്പോൾ ഒന്ന് എഴുതി നോക്കിക്കേ.
ഈ മെഥനോളും ഒരു ആസിഡ് ആൻഹൈഡ്രൈഡും കൂടി റിയാക്ട് ചെയ്തു. എങ്ങനെയാണ് എസ്റ്റർ ഫോം ചെയ്യുന്നത്? അത് CH3CH2CO ആണോ? CH3CH2CO. ഓക്കെ, നോക്കട്ടെ. CH3 CH3CH2CO. ഉത്തരമാണ് പറയുന്നത്. ആ പറഞ്ഞോ. ഓക്കെ ഓക്കെ, CH3 CO CH2CH3 ആണോ? ശ്രദ്ധിച്ചു നോക്കണം. ഇവിടെ എങ്ങനെയാ വന്നേ അതുപോലെ ആയിരിക്കും വരുന്നേ. നമ്മൾ എഴുതുമ്പോൾ ആ ഒരു ഓർഡറിൽ വരണ്ടേ, അല്ലാതെ നമുക്ക് തോന്നിയ പോലെ എഴുതി വെക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ എങ്ങനെയാ വന്നേ? RCO. ഈ R എന്ന് പറയുന്നത് എന്ത് വേണമെങ്കിലും ആകാം. ഇത് ആൽക്കൽ ഗ്രൂപ്പ് ആണല്ലോ, ആൽക്കൽ ഗ്രൂപ്പിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആൽക്കൽ ഗ്രൂപ്പുകൾക്ക് ഇടയിലായിരിക്കണം എന്ത് വരേണ്ടത്? COO എന്നുള്ള ആള് വരേണ്ടത്. അപ്പൊ ഇവിടെ പ്രൊഡക്റ്റ് എങ്ങനെ കിട്ടുന്നു നോക്കി ഒന്ന് പറഞ്ഞേ. ഓക്കെ, എനിക്ക് തോന്നുന്നു CH3COO CH3CH2 ആണോ? CH2CH3. നമ്മൾ ആസിഡ് ആൻഹൈഡ്രേറ്റിനെ തന്നെ ആദ്യം എടുക്കും. CH3CH2CO. എന്നിട്ട് അതിൻ്റെ കൂടെയാണ് OCH3 വരുന്നത്. അതെ, അതായത് ഇവിടുത്തെ CH3CH2COയും ഇവിടുത്തെ OCH3യും കൂടെ ചേർന്നാണ് എസ്റ്റർ ഫോം ചെയ്യുന്നത്. അതെ, ഇങ്ങനെയാണോ അശ്വിൻ പറഞ്ഞത്? അതെ. ഓക്കെ, ശരി. മനസ്സിലായോ ആസിഡ് ആൻഹൈഡ്രേറ്റിൻ്റെ റിയാക്ഷൻ? മനസ്സിലായി. ഇനി ആസിഡ് ക്ലോറൈഡുമായിട്ടുള്ള റിയാക്ഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിനി പറയുന്നത് അസിറ്റൈലേഷൻ ആണ്. അസിറ്റൈലേഷൻ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ബോർഡ് എക്സാമിന് പഠിച്ചിട്ടുണ്ടോ +2 സമയത്ത്? അസറ്റൈലേഷൻ ഒക്കെ ആയിട്ട് പഠിച്ചു കാണും. അസറ്റൈലേഷൻ എന്ന് പറഞ്ഞാൽ ആസ്പിരിൻ്റെ പ്രിപ്പറേഷനാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളത്. ആസ്പിരിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? എന്താണ് ഈ ആസ്പിരിൻ? എന്തുവാ ആസ്പിരിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തലവേദനയൊക്കെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന, നമുക്ക് മേടിച്ച് കഴിക്കുന്ന ആളാണ് ആസ്പിരിൻ എന്ന് പറയുന്നത്. ആ ആസ്പിരിനെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അസറ്റൈലേഷൻ വഴിയാണ്. അസറ്റൈലേഷൻ നടത്തിയാൽ എന്താണ് കിട്ടുക? ഇപ്പം ഇങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കാം. അസറ്റൈലേഷൻ ഓഫ് സാലിസിലിക് ആസിഡ് പ്രൊഡ്യൂസസ് ആസ്പിരിൻ ഹൗ എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പം ഈ അസറ്റൈലേഷനെ പ്രിപ്പയർ ചെയ്യുന്നത്, അതായത് ആസ്പിരിനെ പ്രിപ്പയർ ചെയ്യുന്നത് സാലിസിലിക് ആസിഡിൻ്റെ കേസാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. സാലിസിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ആരാ? സാലിസിലിക് ആസിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ സാലിസിലിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു ബെൻസീൻ റിങ്ങിൽ കാർബോക്സിൽ ഗ്രൂപ്പും അതേപോലെ തന്നെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും കൂടെ വരുന്നതാണ്. അത് ആരാ ഈ കാർബോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്? COOH ആണ് കാർബോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. കാർബോക്സിൽ ഗ്രൂപ്പും അതുപോലെ തന്നെ ബെൻസീൻ റിങ്ങിൽ ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പും കൂടെ വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സാലിസിലിക് ആസിഡ് എന്ന് പറയുന്നത്. ഈ സാലിസിലിക് ആസിഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അസറ്റിക് അൻഹൈഡ്രൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യണം. അതായത് അസറ്റിക് ആസിഡിൻ്റെ
അൺഹൈഡ്രേറ്റ്. അതിന്റെ ഫോർമുല എന്താ? ജനറൽ ഫോർമുല എന്താ? അസറ്റിക് ആസിഡിന്റെ അൺഹൈഡ്രേറ്റ് അല്ലേ? ആസിഡ് അൺഹൈഡ്രേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. ഓക്കെ. RCO ട്വൈസ് O. ആറിന് പകരം ഞാനിപ്പോൾ ഇവിടെ CH3 ഇടുവാണ്. അതായത് CH3CO O. ഒരു അസറ്റിക് അൺഹൈഡ്രേറ്റ് എടുത്തു. എന്നിട്ട് എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ COOH ഇല്ലേ, ഈ COOH അതുപോലെ തന്നെ അവിടെ ഉണ്ടാവും, ഒരു മാറ്റവും ഇല്ല. ഓക്കെ. എന്നിട്ട് ഇവിടെ നിന്നുള്ള CH3COO ഇതങ്ങ് റിയാക്ട് ചെയ്യും. അതായത് ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ CH3CO ഉണ്ടല്ലോ, ഈ CH3CO ഇവിടുത്തെ H ഉണ്ട്, ഇവിടുത്തെ CH3CO. അതായത് ഇവിടെ ഇപ്പം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഇവിടുത്തെ COOHും ഈ ഓയും അങ്ങനെ തന്നെ ഉണ്ടാവും. ഇവിടുന്ന് H എന്ത് ചെയ്യും? H പുറത്തോട്ട് പോകും, H+ ആയിട്ട് പോകും. ഓക്കെ. അപ്പോൾ ഈ CH3COയും ഓയും കൂടി ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? റിയാക്ട് ചെയ്യുന്നുണ്ടാവുക. ഈ COHനെ നമ്മൾ അങ്ങനെ തന്നെ എഴുതണം. ലൈക്ക് അവിടെ നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ COH എന്ത് ചെയ്യും? ബെൻസീൻ റിങ്ങിൽ അങ്ങനെ തന്നെ ഉണ്ടാവും. പിന്നെ ഇവിടെ എന്താ ഉള്ളത്? CO ഉണ്ട്, O ഉണ്ട്, പിന്നെ ബാക്കിയുള്ളത് ആരാ? CH3 ആണ്. അപ്പോൾ അവിടെ എന്ത് വരും? COOCH3 എന്ന് വരും. ഇതാണ് നമുക്ക് കിട്ടുന്ന അസറ്റൈൽ സാലിസിലിക് ആസിഡ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല, കാരണം അതല്ല അതിൻ്റെ കോമൺ നെയിം. കോമൺ നെയിം എന്ന് പറയുന്നത് ആരാ? ആസ്പിരിൻ. സോ ആസ്പിരിൻ നമുക്ക് കിട്ടും. ക്ലിയർ ആണോ? ഇത്രയേ ഉള്ളൂ നമുക്ക് ആരെ കിട്ടാൻ? ആസ്പിരിൻ നമുക്ക് കിട്ടും. സോ ആസ്പിരിൻ്റെ പ്രിപ്പറേഷൻ ചോദിച്ചു കാണാറുണ്ട്. അസറ്റൈലേഷൻ ഓഫ് സാലിസിലിക് ആസിഡ് പ്രൊഡ്യൂസസ് ആസ്പിരിൻ എങ്ങനെയാണ് എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചു കാണാറുണ്ട്. സോ അത് പഠിക്കുക. പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. നോർമലി നമ്മൾ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു പോയതാണ്. ലൈക്ക് എസ്റ്ററിഫിക്കേഷൻ ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു പോയതാണ്. ഇനിയിപ്പം ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഇപ്പം മറ്റേ ആസിഡുമായിട്ടുള്ളതേ ഉള്ളൂ ടെക്സ്റ്റ് ബുക്കിൽ, അതിൻ്റെ മെക്കാനിസംസ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കത് പഠിച്ചാൽ മതി. ടെക്സ്റ്റ് ബുക്കിലുള്ളത് പഠിച്ചാൽ മതി. പിന്നെ എസ്റ്ററിഫിക്കേഷൻ പറഞ്ഞ കൂട്ടത്തിൽ ഇത്രയും കാര്യങ്ങൾ പറയേണ്ട കാര്യമുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. പിന്നെ നമ്മളൊരു ആസിഡ് ക്ലോറൈഡ് ആണ് എടുക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ വരുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു RCOCl എടുക്കുന്നു. ആസിഡ് ക്ലോറൈഡുമായിട്ടാണ് ആൽക്കഹോൾ പ്രിപ്പയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പിരിഡിൻ്റെ പ്രസൻസിലായിരിക്കും. പിരിഡിൻ്റെ പ്രസൻസിൽ എന്ത് ഫോം ചെയ്യും? R-COOR. ഇപ്പം Cl മാറി അവിടെ എന്താവും? OR കിട്ടും. എസ്റ്റർ ഫോം ചെയ്യും. ആസിഡ് ക്ലോറൈഡ് ആകുമ്പോൾ പിരിഡിൻ്റെ പ്രസൻസിലായിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? അപ്പം ഇന്ന് നമ്മൾ അത്രയും ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മൾ നോക്കിയിട്ടില്ല. നമ്മൾ ജസ്റ്റ് എസ്റ്ററിഫിക്കേഷൻ മാത്രമേ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുള്ളൂ. അപ്പം അത് ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പം ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ എത്രയും എടുക്കുന്നുള്ളൂ, എസ്റ്ററിഫിക്കേഷൻ വരെയുള്ളത് നോക്കുന്നുള്ളൂ.